ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ എന്തായാലും പഴയ പാൻറ്റുകളും ജീൻസുകളും ഒക്കെ ഉണ്ടാവും. അതൊന്നും കളയണ്ട കേട്ടോ. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കുറച്ചധികം നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ പാൻറ്റുകളെല്ലാം നമ്മൾ കോട്ടൻ്റെ പാൻറ്റുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നിറം മങ്ങുകയും കീറുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. കിച്ചണിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ആ പാൻറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് പാൻറ്റിൻ്റെ കാലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലുള്ള സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്കതൊന്ന് ആ ഒരു തുണിയെ നന്നായിട്ട് വിടർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കട്ട് ചെയ്ത തുണി ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കാം. രണ്ടും ഒരേ അളവിലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മെഷീൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മെഷീനിൽ ഇതുപോലെ ഒന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിരിച്ചിടുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ബ്ലാക്ക് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഓപ്പൺ ആണ്. ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ മറ്റൊരു ക്ലോത്ത് കൊണ്ട് ഇതുപോലെ എന്താ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്ക് ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. നമ്മൾ കിച്ചണിൽ കൈ നനഞ്ഞു കഴിഞ്ഞാൽ തുടയ്ക്കാനും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെ നമുക്ക് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തുടയ്ക്കാനൊക്കെ നമുക്കിത് ഹാങ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഇത് ജീൻസിൻ്റെ പാൻറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ജീൻസ് പാൻറ്റാണ് കേട്ടോ, മുതിർന്ന ആളുകളുടെ ജീൻസ് പാൻറ് അല്ല. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു ജീൻസ് പാൻറ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ രണ്ട് സൂത്രങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ, ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം ഈ ജീൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കുട്ടികളുടെ പാൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലോത്ത് നമുക്കിത് കിട്ടില്ല. അപ്പോൾ ഈ കുറഞ്ഞ ക്ലോത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു നല്ല വശം പുറത്തേക്ക് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തതിൻ്റെ താഴെ ഭാഗം ഓപ്പൺ ആയിട്ടല്ല നിൽക്കുന്നത്. ആ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തുന്നി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് തുന്നി കഴിഞ്ഞാൽ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ എന്നതിന് ശേഷം അതൊന്ന് നമ്മൾ പഴയ രീതിയിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലായി കിട്ടും. ഇതിപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പാൻറ്റിന് രണ്ട് സൈഡിലും കോർണറിൽ നിൽക്കുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് മടക്കിയിട്ട്, അതായത് ഇതുപോലെ ഒന്ന് മടക്കുക കേട്ടോ. മടക്കിയിട്ട് അതൊന്ന് ആ ഒരു കോർണർ നമ്മൾ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് തുന്നുന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ തുന്നി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ തുന്നിയത് നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു കാർഡ് ബോർഡിൻ്റെ ചെറിയ പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് കറക്റ്റായിട്ട് ആ ഒരു തുന്നിയതിന് മാച്ച് ആവുന്ന രീതിയിൽ അത് കറക്റ്റായിട്ട് നിൽക്കും. ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്ലോത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ പെൻസിൽ, കളറ്, അങ്ങനത്തെ എന്ത് വേണമെന്നെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുക്കും കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ഇതിനു മുന്നേ കുറച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോകളിലെല്ലാം അനാർക്കലി എന്ന് പറഞ്ഞുള്ള ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയും അതിനെ തുടർന്ന് ഒരുപാട് പേര് ഈ ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് അന്വേഷിക്കുകയും വാങ്ങിക്കുകയും പിന്നെ അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ കേൾക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. അതിൽ ഒരുപാട് നന്ദി. കേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് തയ്യാറാക്കിയുള്ള ഒരു ഹെയർ ഓയിലാണ് അനാർക്കലി എന്ന് പറയുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് കാച്ചിയെടുക്കുന്നത്. അതുമാത്രമല്ല, ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തിട്ടുള്ളതാണ്. അകാല നര വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഈ നമുക്ക് വാർദ്ധക്യത്തിലുണ്ടാവുന്ന നരച്ച മുടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ അകാല നര വന്നിട്ടുള്ളവർക്ക് അത് തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് ആ അകാല നര മാറി കിട്ടുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നര വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. മുടി നമുക്ക് പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാനും മുടി കൊഴിച്ചിൽ മാറാനും താരനുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പിന്നെ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുകൂടാതെ നമുക്ക് ഫെയർനെസ് ഓയിലും അവൈലബിൾ ആണ്.
മഞ്ചിഷ്ട, പച്ചമഞ്ഞൾ, അതേപോലെ തന്നെ കുങ്കുമപ്പൂവ്, അവക്കാഡോ, പപ്പായ, അങ്ങനെ ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുത്തുള്ള ഹെയർ ഓയിലാണ് നമ്മുടെ അനാർക്കലിയുടെ തന്നെ ഫെയർനെസ് ഓയിൽ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള പാൻറ്റിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികളുടെ പാൻറ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ പീസ് കിട്ടില്ല. അപ്പോൾ ഉള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിവർത്തിയിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ പീസും ഇതുപോലെ നട്ടു മടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ ആ ഒരു വീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നതിന് ശേഷം നമ്മുടെ ഒരു കൈയിൻ്റെ അകലം, നമുക്ക് കൈ ഒന്ന് ഫ്രീ ആയിട്ട് നന്നായി എത്രത്തോളം അകലം വേണ്ടി വരും അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ വിരലുകളുടെ ഒന്നും വേണ്ട, നമ്മുടെ ഒരു തള്ളവിരലും ബാക്കി ഭാഗം കൂടി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സ്പേസ് വേണം കേട്ടോ. അത്യാവശ്യം നമുക്ക് കൈയിനെക്കാട്ടിലും നല്ലൊരു സ്പേസ് വിട്ടിട്ട് നമ്മളിതുപോലെ മാർക്ക് ചെയ്യാം. നമ്മുടെ ഒരു തള്ളവിരൽ മാത്രം തനിയെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തയ്യലിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ പീസും കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ നമ്മൾ ഒരു പാൻറ്റിൻ്റെ ഒരു സൈഡിലല്ലേ നമ്മളിപ്പോൾ കട്ട് ചെയ്ത്, അങ്ങനെ മറ്റേ ഭാഗത്തിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് തുന്നിയെടുക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കൈകൊണ്ട് തുന്നിയാലും മതി കേട്ടോ. കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു കോട്ടൻ്റെ തുണിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അതിൻ്റെ ഒരു സൈസിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇതിൽ തന്നെ നമുക്ക് 2 ജീൻസിൻ്റെ പീസാണ് കിട്ടിയുള്ളത്. അപ്പോൾ ആ 2 പീസും കൂടി ഇതുപോലത്തെ കോട്ടൻ്റെ തുണിയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ 2 സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം, അതായത് കോട്ടനിൽ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമ്മളുടെ കൈയിൻ്റെ അളവ് എന്ന് പറയുന്നത് ജീൻസിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോട്ടൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല വശമായിട്ട് എടുക്കുന്നത് ഈ ഒരു കോട്ടൻ്റെ ആ റെഡ് കളർ ആയിട്ടുള്ള ക്ലോത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വശം ഇപ്പോൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ വിരലുകളുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചുറ്റും അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ടും ഉണ്ടാവും, ചിലപ്പോൾ എക്സ്ട്രാ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഷേപ്പായിട്ട് നിൽക്കുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു കട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്കത് തിരിച്ചിടുന്ന സമയത്ത് കറക്റ്റായിട്ട് അത് ആ ഒരു ഷേപ്പിന് തന്നെ വരുള്ളൂ കേട്ടോ. എന്നിട്ടത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആ റെഡ് കളറായിട്ടുള്ള കോട്ടൻ്റെ തുണിയുടെ ഒരു ഭാഗം പുറത്തേക്ക് വരുന്നതായിരിക്കും. എന്നിട്ട് ഈ സൈഡിൽ നമുക്ക് വേറെ മറ്റൊരു തുണി വെച്ചിട്ട് ഒന്നുകൂടി ചുറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതൊക്കെ ചെയ്തതെല്ലാം മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന, കിച്ചണിൽ നമ്മുടെ കൈയൊന്നും ചൂടുപെടാതെ നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കുന്ന കോട്ടൻ്റെ ഗ്ലൗസ് ആണ് കേട്ടോ. നമ്മൾക്ക് ഓവൻ ആണെന്നുണ്ടെങ്കിലും നോർമലായിട്ടുള്ള സ്റ്റൗവിലുള്ള കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കയ്യിൽ ഒട്ടും തന്നെ ചൂടുപെടാതെ നമുക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഓവനിലൊക്കെ നമ്മൾ എന്തായാലും ഇതുപോലത്തെ ഉപയോഗിച്ചേ മതിയാവും. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.